ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ജന്നലോരത്തിലൂടെ വലിച്ചെറിയുക. എന്താ അല്ലേ? നിസാരം. ഒരു ചായ കുടിച്ചിട്ട് ചായയെ ഗ്ലാസ്സിനകത്ത് ബാക്കിയിരിക്കുന്ന ചായ നമ്മൾ ഒന്നീ ജനലിൽ കൂടെ കളയും, അല്ലെങ്കിൽ വാതിലിൽ കൂടെ കളയും, അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ട് ഏറെറിയും അല്ലേ? അതുപോലെ ഒരു നിസ്സാരം, ഒരു ചായ കുടിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, ജനലിൽ കൂടെ വലിച്ചെറിയുക. അതായത് 10 മാസം വേദന സഹിച്ച് ചുമന്നിട്ട് ആ കുഞ്ഞിനെ നിസ്സാരമായി വലിച്ചെറിയുക. ഇവിടെ ഓരോ ഫാമിലിയും കുട്ടികളില്ലാതെ തൊട്ടിൽ കെട്ടി, അന്നലൂഞ്ഞാൽ കെട്ടി, വളകളിട്ട്, പാവ മേടിച്ചു കൊടുത്ത്, എന്തെല്ലാം നേർച്ചകൾ നേർന്നിട്ടും കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന ഫാമിലികളുണ്ട്. ഇതൊക്കെ എന്താണ്? എനിക്ക് ചോദിക്കാനുള്ള ദൈവത്തിനോടാണ്. അപ്പം ചോദിക്കും, ദൈവം കേൾക്കുമോ? പിന്നെ ഒരു കരിയില പോലും അനങ്ങുന്നത് ദൈവം അറിഞ്ഞിട്ടല്ലേ? ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുത്തൂടെ? ഈ വേണ്ടാത്ത ആൾക്കാർക്കൊക്കെ കുട്ടികളെ കൊടുത്തിട്ട് എന്തിനാണ് ഈ ജനലോരത്തും? ഒരു കുട്ടിയെ ഞാൻ നോക്കിയപ്പോൾ മണ്ണിനകത്ത് നിന്ന് കുഴിച്ചെടുത്തുകൊണ്ട് വരുന്നു, ഒരു പിഞ്ചു കുഞ്ഞ്, കണ്ണുപോലും വിരിഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്താണ്? ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ കാണുമ്പോൾ സങ്കടവും വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ഇറങ്ങിയാലോ എന്നും ചിന്തയുണ്ട്. ഇതിനെയൊക്കെ അടിച്ച് നിരത്തണമെന്ന് ഇങ്ങനെയുള്ളതിനെയൊക്കെ. എന്തിനാണ് കുട്ടികളെ ആവശ്യമില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കുക? അവർ 10 മാസം ചുമന്നിട്ട് ജനലോരത്തിലൂടെ വലിച്ചെറിയുക. ഇതൊക്കെ വല്ലാത്തൊരു കാലമായി മാറിയിരിക്കുകയാണ്. ഇതെങ്ങോട്ടാണ് പോണേന്ന് ഒരു പിടുത്തവും ഇല്ല. ഞാൻ പറയുന്ന അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ളവരെയൊക്കെ ജനങ്ങൾക്കാണ് വിട്ടുകൊടുക്കേണ്ടത്. അല്ലാതെ ജയിലിനകത്ത് കൊണ്ടിട്ടിട്ട് വീണ്ടും നല്ല ഫുഡും കൊടുത്ത് കൊഴുപ്പിച്ച് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറക്കി വീണ്ടും മസിൽ പവർ കാണിക്കാനായിട്ട് എന്തിനാണ് ഇവരെയൊക്കെ സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റ് ചെയ്യുന്നവരെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, ജനങ്ങൾ കൈകാര്യം ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം ഒരാളെ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരും ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആഗ്രഹിക്കത്തില്ല. പീഡനം, കൊച്ചു കുട്ടികളെയൊക്കെ അങ്ങ് പീഡിപ്പിക്കുക. തമിഴ്നാട്ടിൽ തന്നെ കണ്ടില്ല, ഒരു കൊച്ചു കുഞ്ഞിനെ മൃഗീയമായി പീഡിപ്പിച്ച്. എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആ കുഞ്ഞു കൊച്ചിൻ്റെ ശരീരഭാഗങ്ങളിൽ എന്താണ് ഇവന്മാർക്ക് കിട്ടുന്ന സുഖമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു പിഞ്ചു കുഞ്ഞാണ്. ഇപ്പോൾ ഉള്ള നായിൻ്റെ മോന്മാർക്കുണ്ടല്ലോ, ഒരു പുളിയന്മാരിൽ ഒരു തുണി ചുറ്റി കാണിച്ചാലോ അവന്മാർ പെണ്ണെന്നും പറഞ്ഞ് പുറകെ പോകും. ഇതാണിപ്പോൾ ഉള്ള വെറും തെമ്മാടികളുടെ ക്യാരക്ടർ. ഞാൻ പറയണത് എന്താണ് ചെയ്യേണ്ടതെന്ന്, ഇങ്ങനെ ഉള്ളവനെയൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെയൊക്കെ ഒരുത്തൻ ഇതുപോലെ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് അവനെ കൊല്ലരുത്. അങ്ങോട്ട് കൊണ്ടുവരുന്ന ആ സാധനം ഉണ്ടല്ലോ, അതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അവനെ ജീവിക്കാൻ വിടണം. അവൻ നീറി ജീവിക്കണം. ഓരോ പെണ്ണുങ്ങളെയും കാണുമ്പോഴും അവൻ നീറി ജീവിക്കണം. സാധനം ഉണ്ടെങ്കിലല്ലേ പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോൾ ആഗ്രഹം തോന്നുള്ളൂ. സാധനമില്ലെങ്കിൽ ആഗ്രഹം തോന്നത്തില്ലല്ലോ. സാധനമാണല്ലോ പ്രശ്നം എല്ലാവർക്കും. സാധനം കയ്യിലുള്ളത് കൊണ്ടാണല്ലോ ഓരോരുത്തരെ കാണുമ്പോഴും വരട്ടെ, തരുമോ, പോവാമോ എന്നൊക്കെ ചോദിക്കുന്നു. സാധനമില്ലെങ്കിൽ കണ്ണുകൾ പോലും ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോൾ ചലിക്കത്തില്ല. മറ്റേ സാധനം ഉള്ളതുകൊണ്ടാണ് പെണ്ണുങ്ങളെ കാണുമ്പോൾ കണ്ണുകൾ പോലും ചിമ്മുന്നതും ചലിക്കുന്നതും. അപ്പോൾ ആ സാധനം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ സോക്കേടങ്ങ് തീരും. ഇതും പോരാഞ്ഞുള്ള സോക്കേടുകൾ ഇവന്മാരുടെ. എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം ഇത് വച്ചിരുന്നിട്ട് എന്താണ് പ്രയോജനം? അടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും അടുത്തൊരു കൊച്ചിനെ കാണുമ്പോൾ അടുത്തും പീഡിപ്പിക്കാനുള്ള മോഹം വരും. മനസ്സാണേ, മോഹം വരും. ഒരിക്കൽ ചെയ്തവന് വീണ്ടും ചെയ്യണമെന്നുള്ള ടെൻഡൻസി വരും. ഒരിക്കൽ കട്ട് കഴിഞ്ഞാൽ വീണ്ടും കട്ട് തിന്നാനുള്ള സുഖം കൂടത്തതേ ഉള്ളൂ. ആ ഒരാഗ്രഹവും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവർ കട്ട് തന്നെ തിന്നും. അതുപോലെയാണ് ഒരിക്കൽ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ എത്ര നാളിന് സെൻട്രൽ ജയിലിൽ കിടന്നെന്ന് പറഞ്ഞാലും അവൻ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ആ തൊഴിൽ തന്നെ ചെയ്യും. അതിലും ഭേദം ഇവൻ്റെ സാധനം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അത് ഏവനായാലും ശരി തന്നെ. കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയുസ്സിൽ അവൻ പിന്നെ ആരെയും പീഡിപ്പിക്കില്ല. അതുണ്ടെങ്കിലല്ലേ പീഡിപ്പിക്കുകയുള്ളൂ. ഇതെന്താ അധികാരികൾ കണ്ണു തുറക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പുറം രാജ്യത്തൊക്കെ തെറ്റ് ചെയ്യുന്നത് എന്താണോ അതിനെ അവർ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ തലയായിരിക്കാം, ചിലപ്പോൾ കൈയായിരിക്കാം, ചിലപ്പോൾ കാലായിരിക്കാം. ആ നിയമം ഇവിടെയും വരണം. എന്തിനാണ് 2.5 വർഷം? ഒരു പക്ഷം മതി. അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിഞ്ഞുകൂടാത്ത നായിൻ്റെ മോന്മാർ. ചിലവന്മാർ ഉള്ള സ്വഭാവം എന്താണെന്നറിയോ? മോളെ പ്രണയിക്കും. ഒരു വീട്ടിൽ 10 പെൺകുട്ടികൾ കാണും, ഒരു മോളെയാണ് പ്രണയിക്കുന്നത്.
പക്ഷേ ഇവൻ ആ നിമിഷത്തിൽ 10 പെൺകുട്ടിയും പ്രണയിക്കും ഒരുമിച്ച്. എന്നിട്ട് ആ കുട്ടികളുടെ അമ്മയും പ്രണയിക്കും. പക്ഷേ അമ്മയ്ക്ക് അറിഞ്ഞൂടാ മക്കളെ പ്രണയിക്കുന്ന കാര്യം, മക്കൾക്ക് പരസ്പരം അറിഞ്ഞൂടാ ഇവൻ ഓരോ മക്കളെയും പ്രണയിക്കുന്ന കാര്യം. ഇവൻ ഈ 10 മക്കളെയും പ്രണയിക്കും, 10 മക്കളെയും സെക്സിനായി ഉപയോഗിക്കും, അമ്മയെ ഉപയോഗിക്കും. ഇതാണ് ഇന്നത്തെ കാലം. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ നടക്കുന്നുണ്ട്. പക്ഷേ ചിലവർ പേടിച്ചിട്ട് ആരോടും പറയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ജീവിതത്തിന് ഭയന്ന് ആരോടും പറയുന്നില്ല. ചിലത് പുറത്തു വരുന്നുണ്ട്. പിന്നെ എനിക്കിതിലൊരു സംശയം ഞാൻ ചോദിക്കുന്നത്, 10 വട്ടം പീഡിപ്പിച്ചാലും 1 വട്ടം പീഡിപ്പിച്ചാലും പീഡനം ഒന്നേ ഉള്ളൂ. അത് എന്താണ് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പീഡനം ഒന്നേ ഉള്ളൂ. 10 വട്ടം പീഡിപ്പിച്ച് കഴിയുമ്പോഴാണ് 10ാമത്തെ വട്ടം കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതാണ് ഇവളുമാരോട് എനിക്ക് ദേഷ്യം. അത് ചെറുതായാലും വലുതായാലും എനിക്ക് ഇവളുമാരോടുള്ള ദേഷ്യം ഇതാണ്. 1 വട്ടം പീഡിപ്പിച്ചു, എന്തായാലും കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. ആ സ്പോട്ടിൽ അപ്പം തന്നെ കൊണ്ടുവന്ന് അറിയിക്കേണ്ടവരും അറിയിക്കണം. ഇത് മിണ്ടത്തില്ല, അപ്പോഴൊന്നും മിണ്ടത്തില്ല, സുഖിച്ചിരിക്കും. 10 വട്ടവും സുഖിക്കും. 11ാമത്തെ വട്ടം പീഡിപ്പിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരു വാക്ക് തർക്കം ഉണ്ടാവുമായിരിക്കാം. ആ സമയത്താണ് പുറത്തറിയിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വയറ്റിലുണ്ടാവും, അപ്പോഴാണ് പുറത്തറിയിക്കുന്നത്. അതുവരെ മിണ്ടത്തില്ല, അതുവരെ സുഖിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിക്കും. അല്ലാതെ പിന്നെ ഞാനെന്താ പറയണത്? ഈ 10 വട്ടം പീഡിപ്പിക്കുമ്പോഴും എന്തുകൊണ്ട് പുറത്ത് പറയുന്നില്ല? അതുവരെ ഒളിച്ചു വെച്ചിട്ട് 11ാമത്തെ വട്ടം പോയിട്ട് അയ്യോ എന്നെ പീഡിപ്പിച്ചു, അയ്യോ, അല്ലെങ്കിൽ ഒരു വയറുവേദന വരുമ്പോൾ അയ്യോ എന്നെ പീഡിപ്പിച്ചു. ഇതാണോ അതിൻ്റെ ശരി? അല്ല. നമുക്കിഷ്ടമില്ലെങ്കിൽ 1 വട്ടം പീഡിപ്പിക്കുമ്പോഴേ നമുക്ക് പ്രതികരിക്കുകയും ചെയ്യാം. എന്തെല്ലാം നമുക്ക് കയ്യും കാലും ദൈവം തന്നിട്ടുണ്ട്, എന്തെല്ലാം നമുക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ബുദ്ധി ഉപയോഗിച്ചാൽ പലതും ചെയ്യാം. ഒരു വ്യക്തി നമ്മളെ പീഡിപ്പിക്കാൻ വന്ന ഒരു ജ്യൂസിലൊക്കെ നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ മരുന്നോ എന്തെങ്കിലുമൊക്കെ തന്ന് നമ്മളെ മയക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, 1 വട്ടം നമുക്ക് അത് പീഡനം സംഭവിച്ചു, ഓക്കെ. പിന്നെ നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ പീഡനമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട നിയമ നടപടികൾ എടുക്കുക. അല്ലാതെ അപ്പോഴും ഒളിച്ചു വെച്ചിരുന്നിട്ട് പേടിച്ച് എൻ്റെ അമ്മയെ കൊല്ലൂ, എൻ്റെ അച്ഛനെ കൊല്ലൂ, എന്നെ കൊല്ലൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിച്ച് ഭയന്നിരുന്നിട്ട് 10 വട്ടവും പീഡിപ്പിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രതികരിക്കുന്നെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കുക. നമുക്കിഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളടുത്ത് ഒരാൾ സംസാരിച്ചാൽ, നമ്മുടെ ശരീരഭാഗങ്ങളിൽ തൊട്ടാൽ, അല്ലെങ്കിൽ വശമില്ലാതെ നോക്കിയാൽ, വശീകരിച്ചാൽ നമുക്ക് പ്രതികരിക്കാം. നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കിഷ്ടമില്ല, മേലിൽ അത് ചെയ്യരുതെന്ന് നമുക്ക് പറയാം. അതെന്തുകൊണ്ട് ഇവളുമാർ പറയുന്നില്ല? എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ അത്ര ദിവസവും സുഖം അനുഭവിച്ചിട്ട് അതിനുശേഷം അയ്യോ എന്നെ പീഡിപ്പിച്ചു, അയ്യോ എന്നെ പീഡിപ്പിച്ചു, 10 വട്ടം പീഡിപ്പിച്ചു, കൊല്ലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു, എറണാകുളത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു, മംഗലാപുരത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. എവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചാലും പീഡനം ഒന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പീഡനം ഒരുപാടുണ്ട്, ഒറ്റ പീഡനമേ ഉള്ളൂ. അത് ഇവർമാർക്ക് മനസ്സിലാകുന്നില്ല, ഇവളുമാർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അവന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 2 കൈ കൊട്ടിയാൽ സൗണ്ട് കേൾക്കും, ഒറ്റ കൈ കൊട്ടിയാൽ സൗണ്ട് കേൾക്കില്ല. 2 കൈ കൊട്ടുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്, അല്ലേ? ഒറ്റ കൈ കൊട്ടിയാൽ സൗണ്ട് കേൾക്കത്തില്ല. അപ്പോൾ 2 പേരുടെ കയ്യിലും തെറ്റുണ്ട്. ഒരാൾ റൂം എടുത്തിട്ട് വിളിക്കുമ്പോൾ റൂം എടുത്തിട്ട് എന്താ ഇരുന്ന് സംസാരിക്കാനാണ് വിളിക്കുന്നത്? ഇരുന്ന് സംസാരിക്കാൻ റൂമിൽ പോയാലേ പറ്റുള്ളൂ. പുറത്തെങ്ങും വല്ല ബീച്ചിലോ അല്ലെങ്കിൽ വല്ല റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മ്യൂസിയത്തോ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അതിന് റൂം എടുക്കണം, ഇരുന്ന് സംസാരിക്കാൻ. റൂം എടുക്കുമ്പോൾ എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇവളുമാർക്കില്ലേ? അല്ലെങ്കിൽ റൂം എടുത്തു ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും തൊടുമ്പോൾ എന്തിനാണ് അമ്മമാർ തൊടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ ഇവളുമാർക്ക്? ഇവളുമാർ സൂഹിക്കാൻ വേണ്ടി പോവും. എല്ലാം കഴിയുമ്പോഴത്തേക്ക് അയ്യോ എന്നെ പീഡിപ്പിച്ചു. പിന്നെ അത് പറയേണ്ട കാര്യമില്ല. 2 പേരും തെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരും തെറ്റ് ചെയ്താൽ 2 പേർക്ക് ശിക്ഷ ഒരുപോലെ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അന്വേഷിക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് ശരിക്കും തെറ്റെന്ന് മനസ്സിലാക്കി 2 പേരും തെറ്റ് ചെയ്തിട്ടുണ്ട്, 2 പേർക്ക് ശിക്ഷ കൊടുക്കുക. ഇതാണും പെണ്ണും തെറ്റ് ചെയ്താൽ ആണിന് മാത്രം ശിക്ഷ കൊടുക്കും, പെണ്ണിനെ വെറുതെ കൊടുക്കും. ഞാൻ ആരെയും പൊക്കി പറയുന്നതുമല്ല, ആരെയും താഴ്ത്തി പറയുന്നതുമല്ല. എനിക്ക് 2 കാറ്റഗറിയിലുള്ളവരെ ഇഷ്ടമല്ല. വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെ മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. കാരണം ഇവളുമാർ കാണിക്കുന്നതൊക്കെ തെമ്മാടിത്തരങ്ങളാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, ആശകളുണ്ട്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. ശരി തന്നെയാണ്. ഒരു പെണ്ണിനെ കണ്ട ഒരു ആണിന് വല്ലാതെ തോന്നും, ചിലപ്പോൾ ഒരു ആണിനെ കണ്ട ഒരു പെണ്ണിന് വല്ലാതെ തോന്നും. അതൊക്കെ ശരി തന്നെയാണ്. ഹോർമോണിങ് നമുക്ക് ആ സമയത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു രീതികൾ. അത് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാമെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ അച്ഛൻ, ആങ്ങള, അല്ലെ അമ്മ, പെങ്ങൾ, അയ്യോ
എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ വാതിലടയ്ക്കാൻ ഒരുപാട് നിമിഷമൊന്നും വേണ്ട. പബ്ലിക് റോഡാണെങ്കിൽ പബ്ലിക് റോഡ്, ബസ് സ്റ്റാൻഡാണെങ്കിൽ ബസ് സ്റ്റാൻഡ്, ബസ്സാണെങ്കിൽ ബസ്. ഇതെന്താണ്? ബസ്സിലിരുന്നുകൊണ്ട് എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ബസ്സിൽ ഇരുന്നുകൊണ്ട് ഓരോരുത്തന്മാർ കൈ പിടിക്കുന്നു. എന്താണ് കൈ പിടിക്കുന്നത്? ശരി, സ്വന്തം അമ്മയെ കണ്ട കൈ പിടിക്കൂ, അല്ലെങ്കിൽ ശരി പെങ്ങളെ കണ്ട കൈ പിടിക്കൂ ഇതിനൊക്കെ? അല്ല, എൻ്റെ ഒരു ചോദ്യമാണ്. അതുപോലെയല്ലേ മറ്റൊരു ലേഡീസും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത്? ഇവനൊക്കെ അതെൻ്റെ അമ്മയാണ് പെങ്ങളാണെന്ന് ചിന്തിച്ചാൽ എന്താ? ഒരുത്തൻ പറയുന്ന ഡയലോഗ് ഞാൻ കേട്ടു, എല്ലാവരെയും അമ്മയും പെങ്ങളുമായിട്ട് കാണാൻ പറ്റില്ല. അതെന്തൊരു ന്യായമാണ്? അങ്ങനെ കാണാൻ പറ്റാത്തത്? അപ്പോൾ സ്വന്തം മക്കളെ അങ്ങനെ കാണാൻ പറ്റത്തില്ലേ അവന്? അല്ല, എൻ്റെ ഒരു ചോദ്യമാണിത്. വല്ലാത്ത കഷ്ടമാണ്, വല്ലാത്ത കഷ്ടം. പിന്നെ ഇവളുമാരെ പിന്നെ പറയണ്ട. ഇവളുമാർ തുണി ഉരിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അവന്മാരെന്ത് ചെയ്യും? അവന്മാരിതെല്ലാം കണ്ട് ഇങ്ങനെ മുട്ടി നിൽക്കും. മുട്ടി നിന്നിട്ട് ഒരു രക്ഷയില്ലാതെ മുട്ടി നിന്നിട്ട് പുറത്തോട്ട് പോകുമ്പോഴാണ് ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ, ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണുന്നത്. അപ്പോൾ അവന്മാർക്ക് കൊണ്ടളാവും. പിന്നെ അവന്മാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവളുമാരാണ് അതിന് വളം വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇവളുമാർ വളം വെച്ച് കൊടുത്ത കാരണം അവന്മാരും ഇപ്പോൾ അതുപോലെ കാണിക്കണം. എന്നിട്ട് അവന്മാർ പറയുന്ന ഡയലോഗ് എന്താണ്? അവളുമാർ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് ചെയ്താലോ? അത് ശരിയാണ്. ഒരാൾക്ക് മാത്രം ഒരു ന്യായം അല്ലല്ലോ. രണ്ട് കാറ്റഗറിയിലും ഉണ്ട് ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഇവന്മാരെയൊക്കെ നല്ല ശിക്ഷ കൊടുക്കണമെന്നാണ് ഉള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും പീഡിപ്പിച്ച് അങ്ങനെ പീഡനം ചെയ്തിട്ട് വരുന്നവന്മാരെയൊക്കെ സാധനത്തിന് വെട്ടിക്കളയുക, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ അവളുമാരുണ്ട്, കുറേ അവളുമാരുണ്ട്, കൊച്ചു പിള്ളേരെയൊക്കെ പീഡിപ്പിക്കുന്ന അവളുമാർ. ഇവളുമാരെയൊക്കെ സാധനത്തിനെ അങ്ങ് തച്ചു വിട്ടു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? സൂചിയെ നൂലും വെച്ച് അങ്ങ് തച്ചു വെച്ച് കൊടുക്കണം. ഞാൻ പച്ചയ്ക്കാണ് പറയുന്നത്. പിന്നെ അപ്പുറത്തേക്ക് ഇനി എന്തോ പറയാനാണ്. അപ്പോൾ തച്ചു വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ അവിടെ തുറന്നിരുന്നാലല്ലേ ഈ പറഞ്ഞോണം ആരെങ്കിലുമൊക്കെ പീഡിപ്പിക്കണമെന്നുള്ള മോഹങ്ങൾ വരുള്ളൂ. അവിടെ അങ്ങ് തച്ചു വെച്ചു കൊടുക്കും. അല്ല, വെട്ടിക്കളയാൻ എന്തായാലും പാടല്ലേ, അതിനെക്കാട്ടി തച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ വേറെ വിഷയമൊന്നുമില്ല. ഇതേ എനിക്ക് പറയാൻ പറ്റൂ, വല്ലാതെ എന്ത് പറയാനാ? കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഇവളുമാരെയൊക്കെ കൊച്ചു കുട്ടികൾ വരെ നശിച്ചു പോവുകയാണ്. ഇന്നത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാം പീഡനം എന്താണ്. ഒരു കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ മണിമണിയായിട്ട് പറയും എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്ന്. അത്തരത്തിൽ കാലം മാറിക്കഴിഞ്ഞു, മനുഷ്യരെ മാറ്റിക്കഴിഞ്ഞു, മനുഷ്യർ തന്നെ മനുഷ്യരെ മാറ്റിക്കഴിഞ്ഞു. കൊച്ചു കുട്ടികൾ പോലും വഴിതെറ്റിക്കഴിഞ്ഞു. നല്ലൊരു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഒരു കുട്ടി ഒരു അമ്മയോട് ചെയ്യുന്നത് അവരുടെ ശരീരഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുക, തടവുക, തൊടുക, കൂടെ കിടക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ അതിന് പോലും ഇതൊക്കെ അറിയാം. എന്തുകൊണ്ടാണ്? ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ്. ആ കുട്ടിക്ക് അതെന്താണെന്ന് അറിയില്ല, പക്ഷേ അത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അതിനൊരാഗ്രഹം, അങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്താ, ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്താണ്. അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വം സംഭവിക്കുന്നതല്ല. അതാണ് കൊച്ചു കുട്ടികളെ പോലും വഴിതെറ്റിക്കുകയാണ് ഓരോരുത്തർ വന്നിരുന്നിട്ട്. യൂട്യൂബുകാർ ചെയ്യുന്ന ശുദ്ധ തെമ്മാടിത്തരമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ തുണി ഉരിഞ്ഞിട്ട് കാണിക്കുന്ന അവളുമാർക്കൊക്കെ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആപ്പ് ഇറക്കിയത് കൊണ്ടാണ് ഇവളുമാരെല്ലാം അഴിഞ്ഞാട്ടം തുടങ്ങിയത്. പണമില്ലാന്നുണ്ടെങ്കിൽ ഇവളുമാർ അഴിഞ്ഞാടൂല. പണം കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവളുമാർ അഴിഞ്ഞാടുന്നത്. അതിനകത്ത് അങ്ങനത്തെ ആപ്പുകളൊന്ന് നിർത്തലാക്കാമോ? നല്ല കണ്ടൻറ്റുകൾ, നല്ല കുടുംബപരമായ കണ്ടൻറ്റുകൾ, നല്ല കാര്യങ്ങൾ, സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രം അക്കൗണ്ടിലൂടെ പൈസ കൊടുക്കുക. എനിക്ക് ഫേസ്ബുക്ക് മുതലാളിയോടും ഇൻസ്റ്റഗ്രാം മുതലാളിയോടും യൂട്യൂബ് മുതലാളിയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഈ തെമ്മാടിത്തരം കാണിക്കുന്നവർക്ക് വേണ്ടി കാശ് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കുക. അങ്ങനെയുള്ള ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക. നല്ല കണ്ടൻറ്റുകൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഉപകാരം ചെയ്യൂ. അതാണ് നല്ലത്. സമൂഹം നശിച്ചു. ഇനി നശിക്കാനൊന്നുമില്ല, നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. കലിപ്പ് തീരുന്നില്ല, കലിപ്പോട് കലിപ്പ്. ഞാൻ എപ്പോഴും ചിന്തിക്കും സമൂഹത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് ചിന്തിക്കും. ഞാൻ ഒരാൾ മാത്രം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? എന്നെപ്പോലെ 10-20 പേരുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമയോടെ നിന്ന് എല്ലാത്തിനെയും ആട്ടിച്ച് നിരത്തണമെന്ന്. ഇങ്ങനെയുള്ളതിനെയൊക്കെ തുണി ഉരിഞ്ഞുകൊണ്ട് റോട്ടിൽ കൂടെ ഇറങ്ങണതിനൊക്കെ ചൂടുവെള്ളം കോരി ഒഴിച്ചു കൊടുക്കണം. അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? വേറെ എന്താ ചെയ്യാൻ പറ്റുക? സത്യം പറഞ്ഞ ഒരു ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ. രേണുസുനൊരു ഡൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം. ഒന്നും പറയണ്ട, വല്ലാത്ത ജാതികൾ. നമ്മളൊക്കെ ടിക്ടോക്കിൽ ഒരുപാട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 100 വീഡിയോ ഒക്കെ ചെയ്ത ഒരാളാണ്.
പക്ഷേ എനിക്കും ട്രോള് വന്നിട്ടുണ്ട്. ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് വന്നത്. പക്ഷെ നമ്മളൊന്നും ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല, നമ്മളൊന്നും തുണിയുരിഞ്ഞ് കാണിച്ചിട്ടില്ല. ഒരു ഇച്ചിരി വയറ് കണ്ടെന്ന് പറഞ്ഞാൽ, ഒരു മുട്ടിന് താഴോട്ട് കണ്ടെന്ന് പറഞ്ഞാൽ ആരും പീഡിപ്പിക്കാനും പോകുന്നില്ല, അവിടെ ഒന്നും സംഭവിക്കുന്നുമില്ല, തലപോണ കേസൊന്നുമില്ല. ഇതൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ. മറക്കേണ്ട സാധനങ്ങൾക്ക് വെളിയിലിട്ടുകൊണ്ട് കിടക്കുക. പിന്നെ എന്താ ചെയ്യുക? ഇതിനെയൊക്കെ എന്താ ചെയ്യുക? വല്ലാത്തൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണ്. സത്യം പറഞ്ഞാൽ കലിപ്പോട് കലിപ്പ്, ദേഷ്യം വന്നിട്ട് യവന്മാരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല എനിക്ക്.